ഇന്ത്യയിൽ നമുക്ക് പലതരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് നമുക്ക് നോക്കാം. ആദ്യത്തേത് RBI 2004 RTGS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. RTGS എന്ന് വെച്ചാൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. അപ്പോൾ ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റിയൽ ടൈം ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ മറ്റേ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന രീതിയിലാണ് നമുക്ക് RTGS യൂസ് ചെയ്യാൻ പറ്റുന്നത്. 2 ലക്ഷത്തിന് മേലെയാണ് നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് നമ്മൾ ബാങ്കിൽ പോയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. RTGSന് പുറമെ 2005 RBI നെഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇതാണ് നെഫ്റ്റ്. നെഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബാച്ച് അടിസ്ഥാനത്തിലാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, റിയൽ ടൈം അല്ല. പൊതുവേ ഇതിന് ലിമിറ്റ് ഇല്ലെങ്കിലും ചില ബാങ്കുകൾ നമുക്കിതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് ചെറിയ തുകകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നെഫ്റ്റ്. RTGSും നെഫ്റ്റും തുടക്ക കാലഘട്ടങ്ങളിൽ ബാങ്ക് അവേഴ്സിൽ മാത്രമായിരുന്നു നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ 2020 ശേഷം 24 മണിക്കൂർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 2008 NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനനം. ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2010 NPCI IMPS ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ആരംഭിച്ചു. ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി 24/7 ട്രാൻസാക്ഷൻ IMPSയിലൂടെ സാധ്യമാക്കി. 2012 NPCI റൂപേ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയ വിദേശ കമ്പനികൾക്കെതിരെ ഇന്ത്യയുടെ സ്വന്തം കാർഡ് പേയ്മെന്റ് സിസ്റ്റം. 2016 ചരിത്രപരമായ വിപ്ലവം. NPCI UPI ഇൻട്രൊഡ്യൂസ് ചെയ്തു, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യമാണ്. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC നമ്പർ തുടങ്ങിയ ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യമാണ്. പക്ഷേ UPIയിലാണെങ്കിൽ ഫോൺ നമ്പർ, QR അല്ലെങ്കിൽ UPI ID ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. UPI പേയ്മെന്റ് സാധ്യമാക്കാൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്പാണ് ഭീം ആപ്പ്. അപ്പോൾ അതുപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ പ്രൈവറ്റ് ആപ്പുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആപ്പുകൾക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ലിമിറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.